requesting Heritage Showcase sir, Johnny Anthony sir, and all the cast and crew together to kindly light the lamp. Requesting our producers, director, Heritage Showcase sir, Johnny Anthony sir, എല്ലാവരും ചേർന്ന് മധുരദീപം തെളിയിച്ചുകൊണ്ട് ഇന്നത്തെ ഒരു പൂജാ സെറമണിക്ക് ഏറ്റവും ഐശ്വര്യപൂർണ്ണമായ തുടക്കങ്ങളുടെ വേദിയിൽ ഒരുക്കുകയാണ്. റിക്വസ്റ്റിംഗ് യു ഓൾ ടു കൈൻഡ്ലി പ്ലീസ് പുട്ട് യുവർ ഹാൻഡ്സ് ടുഗദർ എവരിവൺ. നല്ലൊരു കൈയടിയാവാം എല്ലാവർക്കും ചേർന്ന് പ്ലീസ്. അഭിഷേക സലാം ഓഫീസർ, Sajil, അതുപോലെ തന്നെ ഷാഫിക, പ്ലീസ്. I think we are missing the clapping sound കേട്ടോ. നമ്മൾ ആ ഒരു clapping sound വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്. So together, please everyone. Please Deva. Now requesting the cast. എല്ലാവരും ചേർന്ന് പ്ലീസ്. Could you all please come forward? സാഗർ, ജിനേസ് എല്ലാവരും ചേർന്നിട്ട് അടുത്ത് തെളിയിക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാണ്. We have got a wonderful cast here for the movie and all of them together lighting the very next week here. We're also requesting our DOP Jasim, Jazeel. That was a beautiful start. Thank you so much. എല്ലാവർക്കും നമസ്കാരം. സജിലിൻ്റെ രണ്ടാമത്തെ മൂവിയാണ് എനിക്ക് തോന്നുന്നു അല്ലേ സജിലെ? രണ്ടാമത്തെ മൂവിയാണ്. ഫസ്റ്റ് മൂവിയിൽ ഞാനുണ്ടായി, അതിനുള്ളൊരു ഭാഗ്യം എനിക്കുണ്ടായി. കടകൻ എന്ന് പറയുന്നൊരു സിനിമ വളരെ നല്ല സിനിമയായിരുന്നു. ഒരു അസമയത്തായിരുന്നു എൻ്റെ റിലീസിങ്. അതുകൊണ്ട് മാത്രം പരാജയം എന്ന് പറയാൻ പറ്റില്ല, നല്ല സിനിമ തന്നെയാണ് ഇപ്പോഴും. പക്ഷേ വീണ്ടും ഒരു സിനിമയുമായിട്ട് സജില് രംഗത്ത് വന്നിരിക്കുകയാണ്. എൻ്റെ സബ്ജക്റ്റും കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു. എനിക്ക് വളരെ ഇഷ്ടമായി. യൂത്തിന് വെച്ചിട്ട് ഒരു ക്യാമ്പസ് പോലെ പൊരിക്കാൻ പറ്റിയ സിനിമയാണ്. ഇതിൻ്റെയൊക്കെ പിന്നിൽ ഏറ്റവും നല്ല സംഭവം എന്ന് പറയുന്നത് ശക്തമായ ഒരു പ്രൊഡ്യൂസർ ഉണ്ടെങ്കിൽ മാത്രമേ ഏത് സിനിമയും നടക്കുള്ളൂ. വേറെ ആരുണ്ടായിട്ടും കാര്യമില്ല. ഇവിടെ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള ഏത് നടന്മാരെ അഭിനയിച്ചാലും ശരിയാണ്, ഏറ്റവും വലുത് പ്രൊഡ്യൂസർ തന്നെയാണ്, ഒരു സംശയമില്ല. പ്രൊഡ്യൂസർ എന്ന് പറയുമ്പോൾ സിനിമയ്ക്ക് വേണ്ട എല്ലാ സംഭവങ്ങളും ഡയറക്ടർക്ക് കൊടുക്കുക, അതിൻ്റെ രീതിയിൽ അത് മേക്ക് ചെയ്യുക, നല്ല സമയത്ത് റിലീസ് ചെയ്യുക, അതുപോലെ തന്നെ നല്ല പ്രൊമോഷൻ കൊടുക്കുക, അതെല്ലാം അതിൻ്റെ കൂടെ നിൽക്കുന്ന നല്ലൊരു പ്രൊഡ്യൂസറായിട്ടാണ് എനിക്ക് തോന്നിയത്. മൻസൂർ അല്ലേ? സോ ഈ സിനിമ പണിയറിയാവുന്ന ഒരു ഡയറക്ടറിൻ്റെ കയ്യിലാണ് ഈ സിനിമ കാണുന്നത്. കടകൻ ഞാൻ അഭിനയിച്ചപ്പോൾ എനിക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായി. അതിനുശേഷം വേറെ സബ്ജക്റ്റായിട്ടാണ് ഇറങ്ങാൻ തുടങ്ങിയത്. പക്ഷേ അതിനിടയ്ക്ക് ഇങ്ങനെ ഒരു സബ്ജക്റ്റ് വന്നപ്പോൾ ഞാൻ പറഞ്ഞു കുറച്ചുകൂടി ഇത് പിടിച്ചിട്ട് അത് പിടിക്കുന്നതായിരിക്കും കുറെ നല്ലത്. അവരൊരു തീരുമാനം തന്നെയായിരുന്നു. അതെല്ലാം ഞാൻ കേട്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. എന്തായാലും ഇതൊരു സൂപ്പർ ഡൂപ്പർ ഹിറ്റായി മാറട്ടെന്ന് ഈശ്വരനാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ ആശംസകളും നേരുന്നു. എല്ലാവർക്കും നമസ്കാരം. ഡർബി എന്ന സിനിമ ഇപ്പം ഏറ്റവും വലിയ സന്തോഷം തോന്നുന്നത് ചേട്ടൻ നന്നായിട്ട് ആളുകളെ വാച്ച് ചെയ്യുന്ന ഒരാളാണ്. ചേട്ടൻ പണിയറിയാവുന്ന ഡയറക്ടർ എന്ന് പറഞ്ഞത് എനിക്ക് ഇദ്ദേഹത്തെ കുറിച്ച് നേരത്തെ അറിയില്ല. ഞാൻ കടകന് കണ്ടിട്ടുമില്ല. അപ്പം ഞാൻ അങ്ങോട്ട് പോകുന്നുണ്ട്. ഇപ്പം നമുക്ക് ഇന്നൊരു സന്തോഷം.
ഒരു സമാധാനമുണ്ട്. നല്ലൊരു സ്ഥലത്തോട്ടാണ് നമ്മൾ ചെല്ലുന്നത്. പിന്നെ ഈ പയ്യൻ ഇങ്ങനെ സ്റ്റോറി ആയിട്ട് അങ്ങനെയാണ് നമ്മളിങ്ങനെയാണൊക്കെ ചെയ്യുന്നത്. കഥ മൊത്തത്തിൽ നറേറ്റ് ചെയ്തില്ല. ആദ്യം എന്നോട് പറഞ്ഞു ചേട്ടാ കുറച്ച് ദിവസം, പിന്നെ പറഞ്ഞു ചേട്ടാ കുറച്ചുകൂടെ നല്ലതായിരിക്കും. ആയിക്കോട്ടെ, ഇപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് പടങ്ങൾ കുറവാണ്, ഇപ്പോൾ എത്ര ദിവസം മുകളിൽ എടുത്തോ. അപ്പോൾ 15 ദിവസം വേണമെന്ന് പറഞ്ഞു. പ്രിൻസിപ്പളിൻ്റെ ക്യാരക്ടറാണ്. എനിക്ക് വളരെ പ്രതീക്ഷയുണ്ട്. ഞാൻ പറഞ്ഞില്ല, സംസാരത്തിൽ തന്നെ നമുക്ക് തോന്നും. പിന്നെ പുതിയ ആളുകളുമായിട്ട് ഈ അടുത്ത കാലത്ത് ഞെട്ടിച്ച കുറേ താരങ്ങളുമായിട്ട് ഒന്നിക്കാൻ കിട്ടുന്നൊരവസരം. ഈ സിനിമ ഒരു നല്ല പോസിറ്റീവ് എനർജി ഉള്ളൊരു പ്രൊഡ്യൂസർ, നല്ല യൂത്തിൻ്റെ ഒരു മൊത്തത്തിലൊരു നല്ല എനർജി ഫീൽ ചെയ്യുന്ന ഒരു സിനിമയായിരിക്കും ഇത്. ഇതിനൊരു ഭാഗമാകാൻ കഴിഞ്ഞത് വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. ഈ സിനിമ വലിയൊരു വിജയമാവട്ടെ. എല്ലാവരുടെയും എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്. ഒരു 9:30 മുതൽ ആ പുറത്ത് ദോശ ഇടാൻ തുടങ്ങിയ ആളുകൾ. അപ്പം ഞാൻ എന്നെ നോക്കി 2000 ദോശ കഴിച്ചിട്ടു. പടപെടാൻ ചുട്ടോണ്ടിരിക്കുക. എവിടെയോട് ഒന്ന് ചുട്ട് നിർത്തിയെടുത്ത് ഈ ചൂടായിട്ട് കുറച്ച് ചൂടാവെന്ന് പറയണം. അപ്പം എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ട് പോകണം. എല്ലാവർക്കും നല്ലത് വരട്ടെ. എല്ലാവർക്കും നമസ്കാരം. എന്താ പറയുക, ഈ സിനിമയുടെ ഞങ്ങളൊന്നിച്ച് അഭിനയിച്ച സാഗർ, ജുനൈസ്, ആൻമർലറ്റ്, ഇവർ 3 പേരും വീണ്ടും ഒന്നിക്കുന്നു. അങ്ങനെ ഈ സിനിമയുടെ ഒരു ചെറിയ ഭാഗമായിട്ട് ഞാനുമുണ്ട് ഒരു ഗസ്റ്റ് അപ്പിയറൻസിൽ. ഇത് പറയാൻ അനുവാദം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഇനിവേ അങ്ങനെയാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. എല്ലാ ഭാഗങ്ങളും നേരുന്നു. ഞാൻ സജിലിനെ പടം കാണുന്നതായിരിക്കും ഘടകം. എല്ലാവിധ ആശംസകളും ഈ പ്രൊജക്റ്റിന് നേരുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. എന്താ പറയുക, ഞാനിങ്ങനെ സ്റ്റേജിൽ ഇന്ന് എനിക്കങ്ങനെ ഒരുപാട് സംസാരിക്കാൻ അറിയില്ല. എന്തായാലും പടത്തിന് എല്ലാവിധ ആശംസകളും. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. നമസ്കാരം. സജിലിൻ്റെ ആദ്യത്തെ സിനിമയിൽ അഭിനയിക്കാനുള്ളൊരു ഭാഗ്യമുണ്ടായി. ഇപ്പോൾ 2ാമത്തെ സിനിമയിലും അവസരം തരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവസരം ഇല്ലെങ്കിൽ ഞാൻ നാഗചേച്ചിയായി മാറും എന്നും പറഞ്ഞിട്ടുണ്ട്. എല്ലാവിധ ആശംസകളും സജിലിനും അതേപോലെ തന്നെ സാഗർ, എല്ലാവരും വളരെ അടുത്ത വേണ്ട അനിയന്മാരാണ്, പ്രിയപ്പെട്ടവരാണ്. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഡർബി വൻ വിജയമായി മാറട്ടെ. മൻസൂർ ഭായിക്ക് ഇതേ ടീമിനെ വെച്ച് അടുത്ത പടം ചെയ്യാനുള്ള ഊർജ്ജം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നതോടൊപ്പം തന്നെ എനിക്കൊരു സന്തോഷം പറയാനുള്ളത്, ഞാനും വളരെ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന, സോഷ്യൽ മീഡിയയിലൂടെ ആദ്യം കണ്ട് പിന്നെ സിനിമയിലൂടെ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന യുവതലമുറയിലെ മിന്നുന്ന താരങ്ങൾക്കൊപ്പമാണ് ഒരു വേഷം എനിക്കുണ്ട്. പിന്നെ ജോൺ ചേട്ടൻ്റെ കൂടെ വീണ്ടും ഒരു പടത്തിൽ വരുന്നതിൻ്റെ സന്തോഷം വേറുണ്ട്. അദ്ദേഹത്തിൻ്റെ മരുവാനായിട്ട് ഞാൻ വേറൊരു പടത്തിലുണ്ടായിരുന്നു തല്ലുമലയിൽ. പിന്നെ കോളേജിൻ്റെ പടി കാണാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല. 10ാം തരം പൊരുതി തോറ്റൊരു മനുഷ്യനാണ്. അപ്പോൾ അത് പറഞ്ഞുകൊണ്ട് എൻ്റെ മോനെപ്പം കളിയാക്കുക. അവൻ ഈ കോളേജ് ക്യാമ്പസിലൊക്കെ രസം ഹടായതുകൊണ്ട് ഇപ്പം കോളേജ് പഠിക്കാത്ത എനിക്ക് കോളേജിലൊരു അധ്യാപകൻ്റെ വേഷം ഇതിനകത്ത് തന്നതിന് സജിലിനോടും ടീമിനോടൊക്കെ പ്രത്യേകം കടപ്പാട് നന്ദി അറിയിക്കുന്നു. എല്ലാവിധ വിജയാശംസകളായിരുന്നു. ജയ് ഹിന്ദ്. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇങ്ങനൊരു സിനിമയുടെ ഭാഗമാകാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ പണിയിൽ തന്നെ മെർലറ്റ്, സാഗർ, ബോബിച്ചേട്ടൻ, അങ്ങനെ എല്ലാ ആൾക്കാരോട് വീണ്ടും വർക്ക് ചെയ്യാനായിട്ട് പോവാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു സജിൽ ബ്രോ പണി കഴിഞ്ഞ തന്നെ ആദ്യം പിടിച്ചത് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ആദ്യം തന്നെ പുള്ളി പറഞ്ഞു. അപ്പൊ പുള്ളിയുടെ കൂടെ ഒരു പടം ചെയ്യാൻ പറ്റുക തന്നെ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ. ഹലോ, ആദ്യം തന്നെ വളരെ സന്തോഷമുണ്ട്. കാരണം സജിലിക്ക് നമ്മുടെ നാട്ടുകാരനാണ്, മലപ്പുറം ജില്ലക്കാരനാണ്. അപ്പോൾ പുള്ളിയുടെ കൂടെ ഒരു പടത്തിൽ അഭിനയിക്കാൻ പറ്റുകയെന്ന് പറഞ്ഞാൽ സന്തോഷമുണ്ട്. എന്തായാലും അടിപൊളിയായി വരട്ടെ. ഇതിലെല്ലാവർക്കും ആശംസകൾ നൽകുന്നു. എല്ലാവർക്കും നമസ്കാരം. വേദിയിൽ ആദ്യമായിട്ടാണ് എന്ത് പറയണം എന്നൊന്നും അറിയത്തില്ല. രണ്ടാമത്തെ പടമായിട്ടാണ് ഡർബി അനൗൺസ് ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ ഡിറ്റക്റ്റീവ് വില്ലൻ ഈ 16 അപ്പോൾ അതിനുശേഷം സജിലേക്ക് വിളിച്ചിട്ട് ഇങ്ങനെ ഒരു പടമുണ്ട്, ഈ റോള് നീ തന്നെ ചെയ്യണം എന്ന് പുള്ളി ഭയങ്കര കോൺഫിഡൻസോടെ പറഞ്ഞു. എന്ത് ഇതിലാണെന്ന് എനിക്കറിയത്തില്ല. മാക്സിമം ഞാൻ എൻ്റെ ഔട്ട്പുട്ട് കൊടുക്കാൻ ശ്രമിക്കും. താങ്ക് യു. Well, Faiz, about your character, please. നമസ്കാരം. ഇതിൽ അദ്ദേഹത്തിൻ്റെ
ശരിക്കും മൂന്നാമത്തെ പടമാണ്, പക്ഷേ സജിൻ്റെ കൂടെ രണ്ടാമത്തെ പടമാണ്. ഇതിൽ ഞാൻ മാത്രമാവും സജിൻ്റെ കൂടെ വീണ്ടും വർക്കുണ്ടാവുക. അപ്പോൾ എല്ലാവരും അനുഗ്രഹിക്കുക, പ്രാർത്ഥിക്കുക. നമസ്കാരം, എൻ്റെ പേര് ഋഷൻ കെ എന്ന് പറയും. ഞാനൊരു സിംഗറാണ്. ബി വി എന്ന് പറഞ്ഞ സോങ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ട് മുമ്പേ. പിന്നെ ഒരു ചെറിയൊരു ക്യാരക്ടർ മറ്റേ ആഷിഖ് അബു ഖാന്റെ പടത്തിൽ ചെയ്തിട്ടുണ്ടായിരുന്നു, റൈഫിൾ ക്ലബില്. അപ്പോ ഇതെന്റെ സെക്കൻഡ് പടമാണ്, പക്ഷെ ത്രൂ ഔട്ട് പടമായതുകൊണ്ട് ഭയങ്കര ടെൻഷനാണുള്ളത്. അപ്പോ എല്ലാരും സപ്പോർട്ട് ചെയ്യുക. അതന്നെ. Thank you. And first of all, congratulations, Gito, for your recent award. So now about this movie. നമസ്കാരം. വളരെ സന്തോഷമുണ്ട് സജിനെ പോലെ യങ് ആൻഡ് ടാലന്റഡ് ആയിട്ടുള്ള ഒരു ഡയറക്ടറുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുന്നെന്ന് പറയുന്നത് വളരെ സന്തോഷം. എല്ലാവരുടെയും പ്രാർത്ഥന കൂടി ഉണ്ടാവണം, ഇത് സക്സസ്ഫുൾ ആകാനും എല്ലാവരും അനുഗ്രഹം ഉണ്ടാവണം. താങ്ക് യു. ഹലോ, എൻ്റെ പേര് മനു. എൻ്റെ ഫസ്റ്റ് പടമാണ്. സജില് എൻ്റെ സുഹൃത്താണ്, കൂടപ്പിറപ്പാണ്, എപ്പോഴും കൂടെ ഉണ്ടാവും. തുടക്കം മുതലേ ഞങ്ങൾ ഒരുമിച്ച്. അപ്പോൾ കടകൻ എന്ന സിനിമയിൽ ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവാം. എൻ്റെ ഫസ്റ്റ് പടമാണ്. നമസ്കാരം, എൻ്റെ പേര് ഹബീബ് ഷാജഹാൻ. എൻ്റെ ഫസ്റ്റ് പടമാണ്. ഒരു നല്ലൊരു ക്യാരക്ടർ വന്നതിൽ എന്തുകൊണ്ടാണ് എന്നെ വിളിച്ചതെന്ന് അറിയില്ല. എന്തായാലും എൻ്റെ നല്ലൊരു ഔട്ട്പുട്ട് ഞാൻ കൊടുക്കുമെന്ന് വിചാരിക്കുന്നു. Thank you so much. എന്താ പറയാ, ഇനി എൻ്റെ പരിപാടിയാണ്, മേക്കിംഗ് ആണ് ഉള്ളത്. ഇതിൽ പൂർണ്ണ നല്ല കോൺഫിഡൻറ്റ് ഉണ്ട്. നല്ലൊരു സിനിമ ആവട്ടെ, എല്ലാവരും പ്രാർത്ഥന ഉണ്ടാവണം. പിന്നെ എൻ്റെ ഡി ഒ പി ഇവിടെ, അതുപോലെ തന്നെ അശ്വിൻ, ജെറി. അശ്വിൻ നമ്മുടെ മ്യൂസിക് ഡയറക്ടറാണ്, ജെറി നമ്മുടെ എഡിറ്ററാണ്, അതുപോലെ തന്നെ കോയക്ക് വന്നു. അപ്പം വലിയൊരു ടീം വർക്കാണിത്. അപ്പം എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. എനിക്ക് ഇവരിലൊക്കെ നല്ല പ്രതീക്ഷയുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത് മൻസൂർ ഖാനെ പോലത്തെ ഒരാൾ പ്രൊഡ്യൂസ് ചെയ്യാൻ മീറ്റിംഗായി വന്നതുകൊണ്ട് മാത്രമാണ് ഇങ്ങനൊരു സിനിമ ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതിൽ ഒരുപാട് സന്തോഷം. പിന്നെ എൻ്റെ AD-മാര്, അസിസ്റ്റൻസ്, അവർ. അപ്പോൾ എല്ലാവരും പ്രാർത്ഥന ഉണ്ടാവണം. കൂടുതലൊന്നും പറയണില്ല. സിനിമ നല്ല സിനിമയായി വരാൻ വേണ്ടിയിട്ട് എൻ്റെ കൂടെ ഉണ്ടാവുക, അത്രമാത്രം. നമസ്കാരം, എൻ്റെ പേര് അശ്വിൻ. ഇതിൻ്റെ രണ്ടാമത്തെ പടമാണ്. എല്ലാവരുടെയും സപ്പോർട്ടും എല്ലാവരും ഫുൾ ഹാർട്ടഡ് സപ്പോർട്ടും വേണം, ഉണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നു. ലെറ്റ്സ് മേക്ക് എ ബാങ്കർ ഔട്ട് ഓഫ് ദിസ്. താങ്ക് യു. Here happens the very first clap of the film. So ladies and gentlemen, girls and boys, please put your hands together as we are beginning here. ചിത്രം ഏറ്റവും മനോഹരമായി ഇവിടെ തുടക്കം കുറിക്കുകയാണ്. Producers ആയിട്ടുള്ള മൻസൂർ അബ്ദുൽ റസാഖ്, ടീം മൻസൂർ ചേർന്ന് ക്യാമറ സ്വിച്ച് ഓൺ സെറമണി ഇവിടെ നിർവഹിക്കാനായി പോകുന്നു. Ladies and gentlemen, please put your hands together as we begin a brand new movie, Derby.